ചെക്കന്മാർക്കൊക്കെ ചെത്തിപ്പൊളിച്ച് നടക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹോണ്ട സിറ്റി വി ഓപ്ഷനാണ് വരുന്നത്. 2 ലക്ഷം റുപ്യൻ്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഈ വാഹനത്തുമ്പോൾ ചെയ്തിട്ടോ. GTR പ്രോൻ്റെ അടിപൊളി അലോയ്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ട് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. ബാക്ക് LED ടൈൽ ലാമ്പ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗത്ത് വരുമ്പം സീറ്റ് ഓവേഴ്സ് അതേപോലെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനമാണ്. 2015 മോഡൽ വി ഓപ്ഷനിൽ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് കേട്ടോ. ഇത് നമുക്കൊരു ഓഫർ പ്രൈസിലാണ് ഈ വാഹനം കൊടുക്കുന്നത്. 4,75,000 രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ കഴിയും. നിങ്ങൾക്ക് ഒരു 50,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കേട്ടോ. വെറും 60,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ് കേട്ടോ. 4,75,000 രൂപയ്ക്ക് ഇത്രയും ഫിറ്റിംഗ്സിലെ വാഹനം കൊടുക്കാൻ ചെറിയൊരു കാരണം കൂടി ഉണ്ട്. നിലവിൽ 6ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഇത് ലാസ്റ്റ് 3 ഓണറും ഒറ്റ വീട്ടിൽ തന്നെ ആയിട്ടുള്ളത്. അതൊന്നൊരു റീസൺ അല്ല. ഇപ്പം നിലവിൽ 6ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണിച്ചു തരാൻ കഴിയില്ല. 60,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്ററാണ് നമുക്ക് ഗ്യാരണ്ടി തരാം. മെക്കാനിക്കൽ പരമായിട്ടും മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യങ്ങളില്ല എന്നല്ലേ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കട്ടോ. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പക്ക ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം. അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് എല്ലാ ഭാഗങ്ങളും ഉള്ളത് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്രോം വർക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ പിയാനോ ബ്ലാക്കിൽ നമ്മൾ സ്റ്റിക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കസ്റ്റം ചെയ്ത ഹെഡ് ലാമ്പാണ്. പക്ക കണ്ടീഷനാണ്. രാത്രിയിലൊക്കെ ആ ഒരു പാർക്ക് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു വേറെ ലുക്ക് തന്നെയാണ് കേട്ടോ. അതേപോലെ സൈഡ് ബോഡി കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളത്. GTR പ്രോൻ്റെ ഒരു അടിപൊളി അലോയ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അലോയ്സിന് തന്നെ 1,20,000 രൂപയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ വില വരുന്നുണ്ട് കേട്ടോ. 17 സൈസിന് ടയർ വരുന്നത്. ടയർ ഭാഗങ്ങൾ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ 90% 2 ടയറും വരുന്നുണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു 70-80% ബാക്ക് ടയറും വരുന്നുണ്ട് കേട്ടോ. സൈഡ് ബോഡി കാര്യങ്ങൾ ലൈനപ്പൊക്കെ നോക്കിയാൽ നിങ്ങൾക്കറിയാം. ലൈനപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ടൈലാമ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ LED ടൈലാമ്പാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ബമ്പറിൻ്റെ ഈ അടിഭാഗത്ത് റിഫ്ലക്ടർ LED ആണ് വരുന്നത് കേട്ടോ. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. സെൻസർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് സ്പോയിലറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പക്ക കണ്ടീഷൻ തന്നെ ബാക്ക് സൈഡ് ഭാഗങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ഒരു വണ്ടിമേലൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ 6 ഓണർഷിപ്പ് ആയിട്ടുണ്ട് എന്നല്ലാതെ വേറൊരു പോരായ്മ ഈ വാഹനത്തുമ്പോൾ നിങ്ങൾക്ക് എവിടെയും കാണിച്ചു തരാൻ കഴിയില്ല. നമുക്ക് ഗ്യാരണ്ടിയാണ്. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴേ സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ലെതർ സീറ്റ് കവർ തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ബ്ലാക്ക് എഡിഷനിലാണ് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതേപോലെ 12 ഇഞ്ച് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. സ്റ്റാറിംഗ് കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിങ് വരുന്നുണ്ട്. അതേപോലെ ബാക്ക് സൈഡ് നോക്കുമ്പോഴേ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ബാക്ക് സൈഡ് ഉള്ളത്. പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. അതേപോലെ ഇതിൻ്റെ എൻജിൻ ഭാഗം നോക്കുമ്പോൾ ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ്. അപ്രോണിൻ്റെ സൈഡ് എൻജിൻ ലീക്കോ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ലാത്തൊരു വാഹനം തന്നെയാണ് കേട്ടത്. ഇപ്പോൾ 2015 മോഡൽ വി ഓപ്ഷനാണ് വരുന്നത് കേട്ടോ. വി ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്. സ്റ്റാറിംഗ് കൺട്രോൾ വരുന്നുണ്ട്. ABS വരുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അതേപോലെ ഓട്ടോമാറ്റിക് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. മിറർ ഫോൾഡിങ് വരുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ഒരു മൈന്യൂട്ട് കേസ് എന്ന് പറഞ്ഞാൽ 6 ഓണർഷിപ്പായി എന്നല്ലാതെ വേറൊരു മൈന്യൂട്ട് കേസും ഈ വാഹനത്തിലില്ല. ലോ കിലോമീറ്ററാണ്. വെറും 60,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. ഏകദേശമൊക്കെ കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. ലാസ്റ്റ് കയറിയുള്ളത് 2023 കേട്ടോ. 45,000 കിലോമീറ്ററാണ് ലാസ്റ്റ് ഈ വാഹനം കമ്പനി കയറിയുള്ളത്. അതിനുശേഷം ഒരു സർവീസ് മാത്രം അവർ പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കമ്പനിയിലുണ്ട്. ഗ്യാരണ്ടിയാണ്. ജെനുവിൻ കിലോമീറ്റർ ആണെന്നുള്ളതൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അതേപോലെ മെക്കാനിക്കലി നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഫ്ലഡ് ഇല്ല എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ. ഈ വാഹനം ഒരു 2ാമത്തെ ഓണർഷിപ്പോ 3ാമത്തെ ഓണർഷിപ്പോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഇത്രയും ഫിറ്റിംഗ്സിലൊരു വാഹനത്തിന് 6.5 ലക്ഷം രൂപ എന്തായാലും മാർക്കറ്റിൽ നമുക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ വാഹനം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെറും 4,75,000 രൂപയാണ് കേട്ടോ. ഒരു 50,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.